എല്ലാവർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ. See how happily these children maintain their vegetable garden. Don't you think their minds also blossom and yield when each plant blossom and yields? നോക്കിക്കേ, എന്ത് സന്തോഷത്തോടെയാണ് ആ കുട്ടികൾ എന്ത് ചെയ്തിരുന്നത്, ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ ഒരു ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഓരോ പ്ലാന്റിലും വെജിറ്റബിൾസ് ഉണ്ടാവുന്നത് കാണുമ്പം അവരുടെ മനസ്സും എന്താവുന്നുണ്ടാവും, അതുപോലെ സന്തോഷിക്കുന്നുണ്ടാവും ഇല്ലേ? ഡു യു മെയിൻറ്റെയിൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഇൻ യുവർ സ്കൂൾ ദിസ് വേ? നിങ്ങളിതുപോലെ വെജിറ്റബിൾ ഗാർഡൻസ് നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഡസ് ഇറ്റ് ഈൽഡ് വെൽ ഓൾവേസ്? എല്ലായ്പ്പോഴും നിങ്ങൾ ഉണ്ടാക്കുന്ന ഗാർഡനിൽ വെജിറ്റബിൾസ് നന്നായിട്ട് ഉണ്ടാവാറുണ്ടോ? എന്നാൽ നമുക്ക് നോക്കാം. A pumpkin vine that sprouted on its own in the backyard of the kitchen was ready to spread. I made a furrow around it, manured and watered it. It grew well but yielded only 2 or 3 pumpkins. Do you listen to what Babu said? നിങ്ങൾക്ക് മനസ്സിലായോ എന്താ ബാബു പറഞ്ഞത്? ബാബു എന്ത് ചെയ്തു? അവൻ്റെ കിച്ചൻ്റെ ബാക്ക്യാർഡിൽ എന്ത് ചെയ്തു? ഒരു പംകിൻ ചെടി നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന് തടമെടുത്തു, വളമിട്ടു, എന്നും വെള്ളം ഒഴിച്ചു. പക്ഷെ എന്തു പറ്റി? അതിൽ കായ്കൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പം ആകെ എന്തേ ഉണ്ടായുള്ളൂ? 2-3 പംകിൻസ് മാത്രമേ ഉണ്ടായുള്ളൂ. വൈ ഡു യു തിങ്ക് ദ പ്ലാന്റ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് മോർ ഫ്രൂട്ട്സ്? എന്തുകൊണ്ടായിരിക്കും ബാബുവിൻ്റെ ചെടിയിൽ, പംകിൻ ചെടിയിൽ കൂടുതൽ കായ്കൾ ഉണ്ടാതിരുന്നത്? അതിന് കാരണമുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂട്രീറ്റിംഗ് അലോൺ ഈസ് നോട്ട് ഇനഫ് ടു ഗെറ്റ് മോർ yield. There are other factors to be considered too. എന്താണ്? ന്യൂട്രീഷൻ ചെയ്താൽ മാത്രം എന്തുണ്ടാവില്ല, നമുക്ക് കുറേ കായ്കൾ ഉണ്ടാവോ? ഇല്ല. അതിന് എന്ത് വേണം? വേറെ ചില ഫാക്ടേഴ്സ് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ഫാക്ടറാണ് എന്ത്? ഫെർട്ടൈൽ സോയിൽ. സെക്കൻഡ് വൺ ഫേവറബിൾ ക്ലൈമറ്റ്. ആൻഡ് തേർഡ് വൺ ഈസ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. ഏതൊക്കെയാ ഫാക്ടേഴ്സ്? ഫസ്റ്റ് ഫാക്ടർ പറയുന്നത് എന്താ? ഫെർട്ടൈൽ സോയിൽ ആയിരിക്കണം. ഫെർട്ടൈൽ സോയിൽ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? നമ്മൾ നടുന്ന ചെടി നടുന്ന മണ്ണെന്ന് പറയുന്നത് എന്തായിരിക്കണം? നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. സെക്കൻഡ് എന്താണ്? ഫേവറബിൾ ക്ലൈമറ്റ്. ഫേവറബിൾ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അനുകൂലമായ കാലാവസ്ഥ ആയിരിക്കണം. എന്ത്? ചെടി വളർന്നു വരാൻ അനുകൂലമായ കാലാവസ്ഥ ആയിരിക്കണം. പിന്നെ മൂന്നാമത് എന്താണ്? തേർഡ് വൺ ഈസ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. ക്വാളിറ്റി സീഡ്സ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സീഡ്സ് എന്തായിരിക്കണം? നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ് ആയിരിക്കണം. അതേപോലെ നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന ചെടിയാണെങ്കിലും എന്തായിരിക്കണം? നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കണം. അപ്പോൾ ത്രീ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ് ആൻഡ് ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സീഡ് ക്വാളിറ്റീനെ പറ്റിയാണ്. എ സിംഗിൾ പ്ലാന്റ് ഈറ്റ്സ് പ്ലെൻറ്റി ഓഫ് സീഡ്സ്. Are all seeds suitable for farming? Why do you think the pumpkin that grew in the kitchen yard did not produce much? Do you realize that all seeds may not have the same quality? ഈ ക്വസ്റ്റ്യനൊക്കെ ഉത്തരം എന്താ നമുക്ക് നോക്കാം. എ സിംഗിൾ പ്ലാന്റ് ഈൽഡ്സ് പ്ലെൻറ്റി ഓഫ് സീഡ്സ്. എന്താ പറയുന്നത്? ഒരു സിംഗിൾ പ്ലാന്റ്, ഒരു ഒറ്റ ചെടി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് കുറേ വിത്തുകൾ തരാറുണ്ട് അല്ലേ? ആർ ഓൾ സീഡ്സ് സ്യൂട്ടബിൾ ഫോർ ഫാമിംഗ്? ഈ എല്ലാ വിത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാമിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇനി എന്താ പറയുന്നത്? വൈ ഡു യു തിങ്ക് ദ പംകിൻ ദാറ്റ് ഗ്രോ ഇൻ ദ കിച്ചൺ യാർഡ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് മച്ച്? ആ കിച്ചൺ യാർഡിലുണ്ടായ പംകിൻ എന്തുകൊണ്ടായിരിക്കും കുറേ വിത്തുകൾ നമുക്ക് തരാതിരുന്നത്? ഡു യു റിയലൈസ് ദാറ്റ് ഓൾ സീഡ്സ് മേ നോട്ട് ഹാവ് ദ സെയിം ക്വാളിറ്റി? എല്ലാ സീഡ്സിനും എന്താ ഒരേ ക്വാളിറ്റി ആയിരിക്കുമോ? ആയിരിക്കില്ല. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സീഡ് ഫ്രം എ പ്ലാന്റ്? ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്ലാന്റിൽ നിന്ന് സീഡ് എടുക്കുമ്പം എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. അതിനുവേണ്ടി നോക്കിക്കേ, ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്, നോട്ട് ദ ഡിഫറൻസസ്. ഈ 2 പിക്ചേഴ്സ് കണ്ടോ? ഒരെണ്ണത്തിൽ നോക്കിക്കേ, ഒരു ഹെൽത്തി ആയ പ്ലാന്റും ഒരെണ്ണത്തിൽ എന്താ ഉള്ളത്? ഒരു ഡിസീസ്ഡ് പ്ലാന്റുമാണ്. വിച്ച് ഹാസ് മോർ yield? ഏതിനായിരിക്കും മോർ yield കിട്ടുക? മോർ yield മീൻസ് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുക. ഏതിനായിരിക്കും? ഓഫ് കോഴ്സ് ദ ഹെൽത്തി വൺ വിൽ ഗീവ് മോർ yield. ക്യാൻ സീഡ്സ് ബി കളക്റ്റഡ് ഫ്രം എ ഡിസീസ് പ്ലാൻ? ഡിസീസ് പ്ലാനിന് നമുക്ക് സീഡ്സ് കളക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കളക്ട് ചെയ്യുന്ന സീഡ്സ് കൊണ്ട് നമുക്ക് എന്തില്ല? ഒരു ഉപയോഗവും ഇല്ല. കാരണം എന്താ? അങ്ങനെ ഡിസീസ്ഡ് പ്ലാന്റിൽ നിന്നുണ്ടാവുന്ന പ്ലാന്റ്സ് എന്ത് തന്നെയായിരിക്കും? ഡിസീസ്ഡ് വൺസ് തന്നെയായിരിക്കും.
Have you noticed that fruits are formed in the plant at different stages of life? Which stage is suitable for collecting seeds? The first form, mid form, or those formed at the end of its growing stage? അപ്പോൾ നമുക്കറിയാം എന്താണ്, പ്ലാന്റ്സിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസിലാണ്. അപ്പോൾ ആ സ്റ്റേജസിൽ നമ്മൾ സാധാരണയായിട്ട് ഫസ്റ്റ് ഫോംഡെന്നും മിഡ് ഫോംഡെന്നും അതേപോലെ എൻഡ് സ്റ്റേജ് എന്നും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാം മാംഗോൻ്റെ സീഡ് നമ്മൾ ഏതെന്നാണ് കളക്ട് ചെയ്യാറ്? പച്ചമാങ്ങയെന്നാണ് നമ്മൾ കളക്ട് ചെയ്യാറ്? അല്ലല്ലോ, നമ്മൾ എപ്പോഴും കളക്ട് ചെയ്യാറ് എന്താണ്, റൈപ്പണായിട്ടുള്ള പഴുത്ത മാങ്ങയെന്നാണ് നമ്മൾ എന്ത് ചെയ്യാറ്, സീഡ്സ് കളക്ട് ചെയ്യാറ്. സോ വി ആർ കളക്ടിങ് സീഡ്സ് ഫ്രം അറ്റ് ദ എൻഡ് ഓഫ് ദ ഗ്രോയിങ് സ്റ്റേജ്. നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റിയാണ്. എന്താ ആക്ടിവിറ്റി നമുക്ക് നോക്കാം. ട്രൈ ടു റൈറ്റ് ഡൗൺ ദ ക്വാളിറ്റീസ് എസെൻഷ്യൽ ഫോർ എ പ്ലാന്റ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ്. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? ഈ ആക്ടിവിറ്റിയിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ സീഡ്സ് കളക്ട് ചെയ്യുമ്പം എന്തൊക്കെ എസെൻഷ്യൽ ക്വാളിറ്റീസ് ആണ് നോക്കേണ്ടതെന്ന്. അപ്പോൾ എന്തൊക്കെ എസെൻഷ്യൽ ക്വാളിറ്റീസ് ആണ് നമ്മൾ നോക്കേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏറ്റവും കൂടുതൽ ഈൽഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ നിന്ന് വേണം എന്ത് ചെയ്യാൻ, സീഡ് കളക്ട് ചെയ്യാൻ. അതേപോലെ എന്ത് ചെയ്യണം, നമ്മൾ സീഡ്സ് കളക്ട് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ എൻഡ് ഓഫ് ദി ഗ്രോയിങ് സ്റ്റേജിൽ നിന്ന് വേണം സീഡ് കളക്ട് ചെയ്യാൻ. ഇനി നോക്കിക്കേ, അടുത്ത് നോക്കാം. There may be many crops cultivated in your locality. Observe how any 2 or 3 varieties of seeds are collected and stored and noted down in your science diary. ഇനിയുള്ളൊരു കുഞ്ഞു ആക്ടിവിറ്റിയാണ്. ഈ ആക്ടിവിറ്റിയിൽ എന്താ പറയുന്നത്, നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ എന്തുണ്ടാവും, കുറേ വെറൈറ്റീസ് ഓഫ് സീഡ്സ് കളക്ട് ചെയ്യുന്നുണ്ടാവും, അതേപോലെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ സയൻസ് ഡയറി എടുത്തിട്ട് അങ്ങനെ ഏതൊക്കെ സീഡ്സാണ് നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് എഴുതുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ടോപ്പിക്കാണ് സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ്. It is easy to select good quality seeds from plants like lady's finger and pea. How will you select quality seeds from the plants that have smaller seeds than the above? നമുക്കറിയാം എന്ത്, ലേഡീസ് ഫിംഗറും അതേപോലെ പീ പ്ലാന്റ് പയറും, ആ ചെടിയിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറ്, ഗുഡ് ക്വാളിറ്റി സീഡ്സ് കളക്ട് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ അതേപോലെ how will you select quality seeds from the plants that have smaller seeds than the above? ഇനിയിപ്പോൾ എന്താ, ലേഡീസ് ഫിംഗറിൻ്റെയും പീൻ്റെയും സീഡ്സ് ഒക്കെ എന്താണ്, കുറച്ച് വലിയ സീഡ്സ് അല്ലേ. ഇനിയിപ്പോൾ അതിലും ചെറിയ സ്മോളർ സീഡ്സ് ആണെങ്കിൽ അങ്ങനെയുള്ളതിൽ നമ്മൾ എങ്ങനെയാണ് ഗുഡ് ക്വാളിറ്റി സീഡ്സിനെ സെലക്ട് ചെയ്യാമെന്ന്. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇൻ ദ കേസ് ഓഫ് ബ്രിഞ്ചൽ, ഗുഡ് സീഡ്ലിങ്സ് ആർ ട്രാൻസ്പ്ലാന്റഡ് ആഫ്റ്റർ സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ് സീഡ്സ്. അതെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ, ബ്രിഞ്ചൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വഴുതിന ചെടിയിൽ നമ്മൾ എങ്ങനെയാണ് എടുക്കാറ്, നമ്മൾ വിത്ത് എന്തേ ചെയ്യുന്നത്, ആദ്യം എന്ത് ചെയ്യും, വിതച്ചിട്ട് മുളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സീഡ്സിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. Can you find more examples for seedlings that are transplanted and seedlings that are not? അപ്പോൾ ഇതേപോലത്തെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടി എക്സാമ്പിൾസ് കണ്ടുപിടിക്കണം. അതിനെ എന്ത് ചെയ്യണം, ക്ലാസിഫൈ ദം ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്റ്റെം കട്ടിംഗ്. Aren't you familiar with plants that germinate from seeds and those that sprout from other parts? അതെന്താ പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പരിചിതമായ കുറേ പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. നമുക്കറിയാവുന്ന പ്ലാന്റ്സിൽ ചില പ്ലാന്റ്സ് എന്തായിരിക്കും, സീഡ്സ് നിന്ന് ജെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും, ചിലത് എന്തായിരിക്കും, ആ ചെടിയുടെ തന്നെ എന്താണ്, വേറെ പാർട്സ് നിന്ന് ജെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതെന്ന്. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ് ഫ്രം സീഡ്സ് ഈസ് ബൈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതായത് എന്താ പറയുന്നത്, സീഡ്സ് എന്ന് സീഡ്ലിങ്സ് ഫോം ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. The formation of new plantlets from parts like root, stem and leaf is called vegetative propagation. അതെന്താ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മളെ പ്ലാന്റ്സിൻ്റെ വേറെ പാർട്സ്, ഏതൊക്കെ പാർട്സ്, റൂട്ട്, സ്റ്റെം, ലീഫ്, അതേപോലുള്ള പാർട്സിൽ നിന്ന് പുതിയ പ്ലാന്റ്ലെറ്റ്സ് ഉണ്ടായി വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് യു മീൻ ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. എന്താണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? ഇറ്റ് മീൻസ് ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ്സ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ടപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ആർ കൾട്ടിവേറ്റഡ് ബൈ പ്ലാന്റിങ് സ്റ്റെം കട്ടിങ്സ്. എന്താണ്, നമ്മളെ പ്ലാന്റിൻ്റെ സ്റ്റെം കട്ടിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾസ് ആണ് എന്തൊക്കെ, ടപ്പിയോക്കയും സ്വീറ്റ് പൊട്ടറ്റോയും.
ഇനി എന്താ പറയുന്നത്, ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി എന്ത് ചെയ്യണം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻസ് എന്ന് വരുന്നത് അതായത് എന്താണ്, സീഡ്സ് മുളച്ച് പ്ലാന്റ് ആവുന്നതും, അതേപോലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിൻ്റെ എന്തെന്ന് റൂട്ടെന്ന് സ്റ്റെമ്മെന്ന് അതിന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലീഫെന്ന് അതിന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പുതിയ പ്ലാന്റ്സ് ഉണ്ടായി വരും. അതാണ് എന്ത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇതിന് എന്ത് ചെയ്യുക, രണ്ടിനും എക്സാമ്പിൾസ് എഴുതാം. ഇനി എന്താ പറയുന്നത്, ഈസ് എ ന്യൂ ഗുവ പ്ലാന്റ് പ്രൊഡ്യൂസ് യൂഷ്വലി ബൈ പ്ലാന്റിങ് ഇറ്റ് സ്റ്റെം കട്ടിങ്. ഒരു ഗുവ പ്ലാന്റ് എന്താ ചെയ്യുന്നത്, സ്റ്റെം കട്ടിങ് വഴിയാണോ ഉണ്ടായി വരുന്നത്. നമുക്കറിയാം എന്താ ഗുവ പ്ലാന്റിൽ എന്താ ചെയ്യുന്നത്, സീഡ്സ് മുളച്ചാണ് എന്ത് ന്യൂ ഗുവ പ്ലാന്റ്സ് ഉണ്ടാവുന്നത്. വാട്ട് ഈസ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്ലാന്റ് വിത്ത് ഓൾ ദ ക്വാളിറ്റീസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. അതെന്താ പറയുന്നത്, നമ്മളെ പാരന്റ് പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഉള്ള ഒരു ന്യൂ പ്ലാന്റിന് നമുക്ക് ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ സാധാരണ അറിയാം എന്ത്, നമ്മൾ സീഡ്സ് മുളച്ചാലും എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ സ്റ്റെം മുറിച്ച് നട്ടാലും, അതേപോലെ ലീഫ് നട്ടാലും, റൂട്ടിൽ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പാരന്റ് പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ എല്ലാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ന്യൂ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു പ്ലാന്റ് ആഫ്റ്റർ സ്പ്രൗട്ടിങ് റൂട്ട്സ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദ പാരന്റ് പ്ലാന്റ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്ലാന്റ്സിനെ മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതെന്താ പറയുന്നത്, റൂട്ട്സ് ബ്രാഞ്ചസിൽ വെച്ച് തന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റൂട്ട്സ് നട്ടിട്ടും പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ട്രൈ ദീസ് ആക്ടിവിറ്റീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ആക്ടിവിറ്റീസ് എല്ലാം വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ലെയറിങ്. സോ നമുക്ക് ലെയറിങ് എന്താ നോക്കാം. സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് സാപ്ലിങ്സ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. The branch must be pencil thick. The branches from the main stem are better. Peel off 1 centimeter of bark from the stem in the circular shape. എന്താ പറയുന്നത്, ഇനി നമ്മൾ എന്താണ്, ലെയറിംഗ് എന്ന് പറഞ്ഞ ഒരു പുതിയ ടെക്നിക്കിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഈ ടെക്നിക്കിൽ പറയുന്നത് എന്താണ്, നമ്മൾ ഏത് പ്ലാന്റിൽ നിന്നാണോ സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് ചെറിയ തൈകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ പ്ലാന്റിൻ്റെ ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന ബ്രാഞ്ച് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, പെൻസിൽ തിക്ക് ആയിരിക്കണം. ദ ബ്രാഞ്ച് മസ്റ്റ് ബി പെൻസിൽ തിക്ക്. ഇനി എന്താ പറയുന്നത്, നമ്മൾ മെയിൻ സ്റ്റെമ്മിൽ നിന്നുള്ള ബ്രാഞ്ചസ് എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ തടിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു 1 സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുക, ആ ബാർക്ക് മുറിച്ച് കളയുക. അതായത് എങ്ങനെ കളയണം, സ്റ്റെമ്മ് തൊലി കളയണം. അതെങ്ങനെയാണ്, സർക്കുലർ ഷേപ്പിൽ വേണം തൊലി കളയാൻ. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്, cover the peeled off part with a slightly moistened mixture of coconut fiber, soil and sawdust. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ നമ്മൾ തൊലി കളഞ്ഞ ആ പാർട്ട് എന്ത് ചെയ്യണം, സ്ലൈറ്റ്ലി മോയ്സ്ചർ ആയിട്ടുള്ള കോക്കനട്ട് ഫൈബർ അതായത് ചകിരി, പിന്നെ സോയിൽ മണ്ണ്, അതേപോലെ സോഡസ്റ്റ് അതായത് മരപ്പൊടി, ഇതൊക്കെ വെച്ച് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കവർ ഇറ്റ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ്, ടൈ ബോത്ത് എൻഡ്സ് വിത്ത് ജൂട്ട് ട്വൈൻ, വെറ്റ് ഇറ്റ് വിത്ത് ഇനഫ് വാട്ടർ ടു റീറ്റെയിൻ മോയ്സ്ചർ. അതെല്ലാം എന്താ പറയുന്നത്, നമ്മളിങ്ങനെ എന്ത് ചെയ്തു, നമ്മൾ പീൽ ഓഫ് ചെയ്ത പോർഷൻ എന്ത് ചെയ്തു, മോയ്സ്ചർ മിക്സർ വെച്ചിട്ട് കവർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മേലെ ഒരു പോളിത്തീൻ ഷീറ്റ് വെച്ച് കവർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ പോളിത്തീൻ ഷീറ്റിന് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു ചാക്കുനൂലൊക്കെ വെച്ചിട്ട് 2 സൈഡിലും എന്ത് ചെയ്യുക, കെട്ടിവെക്കുക. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കെട്ടിവെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു തണുപ്പ് മോയ്സ്ചർ നിലനിർത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ വാട്ടർ ചെയ്യുക. Numerous root will sprout within 2 months. Cut the branch and plant it in a pot till it is ready to be transplanted in the soil. എന്താ പറയുന്നത്, നമ്മൾ 1-2 മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മൾ ഈ കെട്ടിവെച്ച പോർഷൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ റൂട്ട്സ് പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്ലാന്റ്സ് നടാൻ പാകമായി നമുക്ക് തോന്നുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ആ പ്ലാന്റിൻ്റെ ആ പോർഷൻ എന്ത് ചെയ്യുക, ബ്രാഞ്ചിൻ്റെ പോർഷൻ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, മണ്ണിൽ കൊണ്ടുപോയി നടാം.